فإن مع العسر يسرا. അപ്പോൾ അറിയുക, നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും. നാം സദാ ഓർമ്മിച്ചിരിക്കേണ്ടതും ഓർമ്മിക്കുന്നവർക്ക് ജീവിതത്തിൽ നിത്യ മനസമാധാനവും സൽപ്രതീക്ഷയും പ്രദാനം ചെയ്യുന്നതുമാണ് ഈ രണ്ട് ചെറുവചനങ്ങൾ. ഈ ജീവിതത്തിൽ ബാധിക്കുന്ന ഏതുതരം ഞെരുക്കമാകട്ടെ, അതിനെ തുടർന്ന് ഒരു ആശ്വാസവും സൗകര്യവും ഉണ്ടാകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഞെരുക്കത്തോടുകൂടി സൗകര്യമുണ്ടായിരിക്കുമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു മതിയാക്കാതെ 2 പ്രാവശ്യം പറയുകയും ഓരോ വാചകത്തിലും ഇന്ന അഥവാ നിശ്ചയമായും എന്ന അവ്യയം ചേർത്ത് ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ വാചക ഘടനയിൽ മറ്റൊരു രഹസ്യം കൂടി അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണാം. ഞെരുക്കത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അൽ ഉസ്ർ എന്ന് അൽ ചേർത്തു പറഞ്ഞു. സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യുസ്റൻ എന്ന് അൽ ചേർക്കാതെയും പറഞ്ഞു. അറബി ഭാഷാ മുറപ്രകാരം അൽ എന്ന അവ്യയം ചേർക്കപ്പെട്ട പദം മഗ്രിഫ അഥവാ പ്രത്യേക നാമം ആയിരിക്കും. അൽ ചേർക്കപ്പെടാത്ത തൻവീൻ സഹിതമുള്ള പദം നക്കിറ അഥവാ സാമാന്യ നാമവുമായിരിക്കും. ഇതനുസരിച്ച് ഒന്നാമത്തെ വാചകത്തിൽ പ്രസ്താവിച്ച അതേ ഞെരുക്കം അൽ ഉസ്ർ തന്നെയായിരിക്കും രണ്ടാമത്തെ വാചകത്തിലെ ഞെരുക്കവും. നേരെ മറിച്ച് സൗകര്യം യുസ്ർ ആകട്ടെ 2 വാചകത്തിലേതും വെവ്വേറെ ആയിരിക്കുകയും വേണം. അപ്പോൾ ഈ 2 വാചകങ്ങളുടെ സാരം ഏതാണ്ട് ഇങ്ങനെയായിരിക്കും: ഒരു പ്രത്യേകമായ ഞെരുക്കം സംഭവിക്കുന്ന പക്ഷം അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗകര്യം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്. ഈ 2 വചനങ്ങൾ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്: ഒരു ഞെരുക്കം 2 സൗകര്യത്തെ ജയിക്കുകയില്ല തന്നെ. അബൂ ഹാത്തിം സിജസ്താനി റഹിമഹുല്ല പാടിയതെത്ര വാസ്തവം. ഇദസ്തമരത് അലൽ യഅസിൽ ഖുലൂബു വലാഖാ ലിമാ ബിഹി സ്വദുർ റഹീബു വഔതഅതിൽ മകാരിഹു വത്മഅന്നത് വഅർസതു ഫീ അമാകിനിഹൽ ഖുതൂബു വലം തറാ ലിഇൻകിശാഫിൽ ദുർരി വജ്ഹാ വലാ അഗ്നാ ബിഹീലതിഹിൽ അരീബു അതാക അലാ ഖനൂതിൻ മിൻക ഔസുൻ യമുന്നു ബിഹിൽ ലതീഫുൽ മുസ്തജീബു വകുല്ലുൽ ഹാദിസാതി ഇദാ തനാഹത് ഫമൗസൂലും ബിഹൽ ഫറജുൽ ഖരീബു. സാരം: ഹൃദയങ്ങളിൽ നിരാശ വന്നു മൂടുകയും വിശാലപ്പെട്ട ഹൃദയം അതുമൂലം കുടുസായിത്തീരുകയും അനിഷ്ട സംഭവങ്ങൾ ഒന്നൊന്നായി ഒത്തുചേർന്ന് ചടഞ്ഞുകൂടുകയും തൽസ്ഥാനങ്ങളിൽ ആപത്തുകൾ നങ്കൂരമിട്ടുറപ്പിക്കുകയും ഉപദ്രവം നീങ്ങുവാനുള്ള ഒരു മാർഗവും നീ കാണാതിരിക്കുകയും ബുദ്ധിമാന്റെ കൗശലം കൊണ്ട് അതിന് പരിഹാരമുണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതാ നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കവേ നിനക്കൊരു സഹായം വന്നെത്തുന്നു. അഥവാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ആ സൗമ്യശീലൻ അള്ളാഹു അത് പ്രദാനം ചെയ്യുന്നു. എല്ലാ വിപത്തുകളും തന്നെ അവസാനമെത്തിക്കഴിഞ്ഞാൽ ആസന്നമായ ഒരു തുറവി അതോട് ചേർന്ന് കൊണ്ടുണ്ടായിരിക്കും. അള്ളാഹു പറയുന്നു: